അപ്പോൾ ഇതുവരെ എങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു പുതിയൊരു ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോണത്. അതായത് നമ്മുടെ കയ്യിൽ കുറച്ച് സിനിമയുടെ പേരുണ്ട്. അത് ഞാൻ ഒരാളെ ഇവിടെ വിളിച്ചിട്ട് അവരത് അഭിനയിച്ച് ബാക്കിയുള്ളവരെ കൊണ്ട് പറയിക്കണം. വളരെ ഫ്രഷ് ആയിട്ടുള്ള സാധനം ഞാൻ എൻ്റെ ഗവേഷണത്തിൽ കണ്ടുപിടിച്ചതാണ്. ഇത് ടഫ് ഗെയിമാണ്, കുറച്ച് ടഫ് ഗെയിമാണ്. അപ്പോൾ എന്തായാലും അതെ. അപ്പം ഞാൻ ഇതിൽ നിന്ന് നമ്മുടെ ഇൻട്രോവേർട്സുകളെല്ലാം വിളിക്കാം. അതാണ് പുതിയ പിള്ളേരെ വിളിക്കാം. അതെ പുതിയ പിള്ളേരെ വിളിക്കാം. ആദ്യം സാവേജിനെ വിളിക്കണേ. സാവേജിനെ ആദ്യം വിളിക്കുക. സാവേജ് വാ. എടാ ഫോൺ എല്ലാവരും മാറ്റി വെക്കണേ. ചാറ്റ് നോക്കരുത്. വെക്കടാ വില്ലുമോനെ, വെക്കടാ. എല്ലാവരും ഫോൺ എടുത്ത് വെച്ച് ചാറ്റ് മാറ്റണം. ഫെയർ ആയിട്ട് കളിക്കണേ, മോശമാണ്. മരത്തിൽ കുരുങ്ങിയ അപ്പോൾ നമുക്ക് ആദ്യത്തത് കൊടുക്കാം. ആദ്യത്തത് കൊടുക്കാം. ഇതാണ് ആദ്യത്തേതാണ്. അപ്പോൾ പറയാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. ആക്ഷൻ മാത്രം. ആക്ഷൻ മാത്രമേ ഇവിടെ സെൻട്രൽ സ്റ്റേജ്. ഓക്കെ. പറഞ്ഞോ എടാ അവൻ കണ്ടുപിടിച്ചത്. ബ്രോ അത് ഈ POV ഫ്രണ്ടിൽ നിന്ന് തന്നെ എടുത്താൽ മതി. ഞാൻ ഇവിടെ കാണിച്ചോളാം. മറ്റേത് ഇവിടുന്ന് ഇങ്ങോട്ട് തന്നെ അവരെ ഫേസ് ചെയ്ത് തന്നെ വെച്ചോ. ടഫുണ്ട്. അടുത്തത് സ്നൈപ്പ്. ഇതാണ് സിനിമയുടെ പേര്. ഇത് നീ അഭിനയിച്ച് കാണിക്കണം. അതിങ്ങോട്ട് വന്നു. ഇതെങ്ങനെ വായിക്കുന്നേ? അവിടെ ചെല്ലി ഇവിടെ എൻജോയ്. എത്ര വാക്കുണ്ടെന്ന് കാണിക്കുക. ഇപ്പോഴല്ല നീ വായിച്ചത്. എത്ര വാക്കുണ്ടെന്ന് കാണിച്ചോ, എന്നിട്ട് തുടങ്ങിക്കോ. മലയാളം. പിന്നെ മറന്നുപോയോ? അല്ല, ഇതിങ്ങനെ കാണിക്കുന്നില്ല. ഡംഷർ എക്സ്പേർട്ട് ആണ് അവിടെ ഇരിക്കുന്നത്. അടുത്ത് വിളിക്കാം. ബാബു ഇതല്ല ടാസ്ക്. ആരും സത്യം വിളിച്ച് പറയരുത്. മലയാളം വേണോ? എടാ ഇത് ആക്ച്വലി ഭയങ്കര ടഫാ. മറന്നുപോയോ? ഇത് കുറച്ച് നല്ല പാടാ. ഇത് ബാബു ആ ചലഞ്ച് ഏറ്റെടുത്ത് പ്രസന്റ് ചെയ്യാൻ. ബാബു അല്ല, നീ പോലെ ഇങ്ങോട്ട്. സിമ്പിളാ. അല്ല, ബാബു താഴെ നിന്നിട്ട് എല്ലാവർക്കും മറ്റേ ടിപ്പും ട്രിക്കൊക്കെ പറഞ്ഞു കൊടുത്താ. ദംഷറാസിന്റെ ആശാന നടുക്കേക്ക് രണ്ടുപേരും കൂടെ ഒന്നുകൂടെ കാണുന്നത് മറന്നുപോയല്ലേ? എന്നാ ഒരു മര്യാദ. ഓക്കെ. ആശാൻ കളത്തിൽ ഇറങ്ങിയിരിക്കുന്നു. രണ്ട് വാക്ക്. ആദ്യത്തെ വാക്ക്
തുണ്ട അതല്ല അതല്ല പറഞ്ഞാ ഞാൻ തൊണ്ടി പറഞ്ഞു ഇതെങ്ങനെ കണ്ടുപിടിച്ചതാ? ആശാൻ കാണിച്ചു ദേ പഠിച്ചല്ലോ. പഠിച്ചോ? മനസ്സിലായോ? കാര്യം മനസ്സിലായോ? അങ്ങനെ ബാബു സക്സസ്ഫുള്ളി അത് തീർത്തിരിക്കണു. അപ്പൊ അടുത്തത് അല്ല, കോച്ചിനെ വിളിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. ആ ഓക്കെ ഓക്കെ. ആ ഇത് കോച്ചിന് പറ്റൂല, അതാണ് പ്രശ്നം. നിനക്ക് ഫോൺ നോക്കിക്കൊണ്ടിരുന്ന സെക്കൻഡ് കണ്ടില്ലായിരുന്നു. അടുത്തത് കൊടുത്തു. ദൈവമേ, ഇത് കുറച്ച് എളുപ്പമാണ്, എന്നാലും നോക്കാം. റെഡി. സീരിയസ് ആയി തീർന്നേ. ഈകളെ ഇത്രയും പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇത്ര ഉള്ളൂ, അത് തീർന്ന്. ഈകള എല്ലാത്തിനും കാരണം ഈകള. അടുത്തത് മന്ദാരമാ. എടാ ഒന്ന് കാണിച്ചു കൊടുക്കണം, അത് ഒന്ന് കാണിച്ചു കൊടുക്കോ. നീ ആരും വിളിക്കാൻ പറയരുതായിരുന്നു, അതാണ് നീ ചെയ്ത തെറ്റ്. അപ്പൊ മന്ദാരം നിങ്ങളൊന്ന് ധൈര്യം. മന്ദാര കമോൺ. ഓ എല്ലാം മലയാളമാണ്. തൊഴിലുറപ്പാ. കല്ലറയോ? അരിയും പറയാ. ഇവ എല്ലാ സിനിമയും കണ്ടിട്ടിരിക്കുന്നതാണ് ഈ അപ്പുക്കുട്ടൻ. ഇവനാണ് എല്ലാം പറയണത്. അവനെ വിളി അടുത്ത് തന്നെ. അപ്പൊ പിന്നെ അവൻ അവനെ കൊടുക്കാമേ. ആ ഇത് അപ്പുക്കുട്ടൻ വാ. മിസ്റ്റർ അപ്പുക്കുട്ടൻ കമോൺ. അത് കാണിച്ചു കൊടുത്തായിരുന്നു. ഓക്കെ. ഒന്നോ ഇത് മറന്നുപോ നോക്കട്ടെ. ഞാൻ അവിടെ ഇവിടെ പറ്റൂല. 4 വാക്കുള്ള സിനിമ. രണ്ടാമത്തെ വാക്ക് അത് പറയണ്ട ബാബു, അത് ബാബുനെ നീ പറയടാ, നീ പറഞ്ഞിട്ട് ബാക്കിയുള്ളവന്റെ എല്ലാവരുടെ സിനിമ നീ പറഞ്ഞു, ഈ സിനിമ അവര് പറയണം. മറന്നുപോയോ? അഭിനയിക്കാൻ പറ്റുമോ? രണ്ടാമത്തെ അഭിനയിക്കാൻ പറ്റുമോ? 3 പറ്റുമോ? രണ്ടാമത്തെ
നസീറ വെറൈറ്റി വാക്കുകളൊക്കെയാണല്ലോ വരുന്നത്. മൈക്കിന്ന് ബീപ്പ് ഉണ്ടോ മൈക്കിന്ന് ബീപ്പ് ഉണ്ടോ? മൈക്കിന്ന് ബീപ്പല്ല, ഇവിടെ ചീവീട് അലക്കുന്ന ഞാൻ തോന്നുന്നു. ചീവീട് അലക്കുന്ന ഞാൻ തോന്നുന്നു. എടാ അത് കൊച്ചി രാജാവിടെ 4 വാക്ക്. ചീവീടിന്റെ ശബ്ദം അത്. എന്താ മോനെ ഷൗട്ടെക്സേ, പറ്റണില്ലേ നിനക്ക്? അല്ല ഫോൺ ഫ്രണ്ട് വേണമെങ്കിൽ വിളിക്കാം. നിനക്ക് ഇവിടെ ആരോടെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ ഫോൺ ഫ്രണ്ട് ഒരാളെ വിളിക്കാം. ലൈഫിൽ എന്താ ആരെ വേണമെങ്കിൽ വിളിക്കാം. ബാബുവിനെ വിളിക്കരുത്, ബാബു എക്സ്പേർട്ടാ. നിനക്ക് ആരെ വേണമെങ്കിൽ വിളിക്കാം. ബുദ്ധിയുള്ള ഏതെങ്കിലും അല്ല എടാ, ഒന്നെങ്കിൽ അത് ഒപ്പിക്കാൻ കഴിവുണ്ടെന്നുള്ളതിനെ വിളിക്കുക, അല്ലെങ്കിൽ നിനക്ക് വൈരാഗ്യമുള്ള ആരെങ്കിലും വിളിക്കുക. ഈ രണ്ടുപേരും ആരെയും വിളിക്കാം. അങ്ങനെ അതൊന്നും പറ്റൂല. എടാ എനിക്ക് തോന്നുന്നു ബാലൻ അതിന്റെ ഐക്യമുണ്ടോ? ബാലനുണ്ട് ഐക്യം. ബാലൻ ഐക്യമുണ്ട്. ബാലൻ ഒന്ന് இந்த பக்கம் பாடு. இந்த பக்கம். ഓക്കെ അത്രേ ഉള്ളൂ. മറന്നുപോയോ? ഓക്കെ അവന്റെ അടുത്തത് അവൾ അവൻ എന്ത് രണ്ട് അവൻ. ഹലോ എത്ര വാക്കുണ്ട് മൊത്തം? എത്ര വാക്കുണ്ട്? അത് അവൻ കാണിക്കും. 4. ഇല്ലല്ലേ ഇതാണ്. അറിഞ്ഞൂടായിരുന്നു. ഓരോ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയല്ലേ. മൈക്കൊക്കെ ഉള്ള സ്റ്റീവ് ജോസഫിന്റെ മോനെ. സ്റ്റീവ് ജോസഫിന്റെ ഇതൊക്കെ വരുന്നതാണ് കേട്ടാ. ആദ്യത്തെ വാക്കില്ല, രണ്ടാമത്തെ വാക്ക് ഞാൻ കേസ് തന്നെ. കണ്ണാമ്പി പറഞ്ഞില്ല. ഗുഡ് ജോബ്. ഞാനോട് ആരെങ്കിലും പോയി ചെള്ളെടുത്ത് ഒരു അടിയും കടിച്ചു പറഞ്ഞു കൊടുക്കല്ലോ. കുറച്ചുകൂടെ നിക്കട്ടായിരുന്നു. ഇനി എന്ത് നിൽക്കാൻ? അരമണിക്കൂറായി. ഞാൻ പോയി ഇതെല്ലാം സമ്മതിക്കൂല. ഉരുടിയില്ല മിക്കാറും നമുക്ക് ഇത് കുറച്ച് ഈസി ആയിട്ടുള്ള സാധനമാണ്. അളിയാ മറ്റേ ഇതില്ലടാ, മറ്റേ പാടത്ത് കോലം വയ്ക്കൂലേ, നടുക്ക് കുത്തി ഇങ്ങനെ നിർത്തി. നിന്റെ അടുത്ത് ചന്ദ്രൻ നിന്റെ മൈക്കിരിക്കുക. ടിവിയുടെ കരുത്തുറ്റ പോരാളി. സെക്കൻഡ് രണ്ട് സെക്കൻഡ് സെക്കൻഡ്. ആ മൈക്കിഞ്ഞ് തരുമോ? തന്തയിലായി പറയണം. കമന്ററി അവന്റെയൊക്കെ. ആശാണ് പറഞ്ഞ. അപ്പൊ ആരും എഴുതാഞ്ഞെന്താ? വേറെ ആരും എഴുതാഞ്ഞെന്താ? അതെന്റെ ചോദ്യം. ആ എടാ തന്നതല്ലോ. ആശോ
അതെ, ഈ ഉത്തരം പറഞ്ഞ ആദ്യം പിടിക്കും. ഇനി മേലെന്ന് ഉത്തരം പറഞ്ഞു എൻജോയ് സംസാരിക്കല്ലേ. ഇനി ഓക്കെ. പകൽപൂരം ഭയങ്കര സിമ്പിൾ ആയി പോയല്ലേ? അതെ അതെ അതെ. അല്ല, നമ്മള് കുറച്ചൊക്കെ സിമ്പിൾ ആക്കിയതാണ്. ഫുൾ സിനിമക്കാരാണ് ഇവന്മാരെല്ലാം എല്ലാ സിനിമയും കുത്തിയിട്ട് കാണുന്നവന്മാരാട്ടോ. നമുക്കപ്പോ ഒരെണ്ണം വെച്ച് നിർത്താവേ. നല്ല ബുദ്ധിമുട്ടുള്ള ഒരെണ്ണം കണ്ടുപിടിക്കട്ടെ. നല്ല ബുദ്ധിമുട്ടുള്ളത് ഇതൊക്കെ ഈസി ആയിട്ട് പറയും. അടുത്ത കണ്ണാപ്പിയാണ്. കണ്ണാപ്പി. ഇത് കൊടുക്ക. അങ്ങോട്ട് പുറകിൽ ഇതാ കണ്ണാപ്പി. ഇതൊക്കെ സിമ്പിൾ അല്ലേ? കണ്ണാപ്പിക്ക് വേറെ ഒന്നും തരാം. വാ. നീ അവന് പണി കൊടുക്കാൻ വേണ്ടി വന്നോ? സപ്തമശ്രീ തസ്കര കാണിക്കേ. കണ്ണാപ്പി റെഡി. കണ്ണാപ്പി വെല്ലുവിളി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ണാപ്പി റെഡി. എൻജോയ്. കണ്ണാപ്പി റെഡി. അപ്പൊ കറക്റ്റാ. നീ അടിച്ചിരിക്കുന്നത് ഞാൻ ഡൗട്ട് ചോദിക്കണ. എന്റെ പേരെന്തായിരുന്നു? ഞാൻ വേറെ സപ്തമശ്രീ തസ്കര. പകുതി എല്ലാ ആക്ഷൻ കാണിച്ചത് പുള്ളി പേര് മറന്നുപോയി. നാളെയാ സർപ്പം ഒന്നിനു പോയാ. രണ്ടാമത്തെ അല്ല ആദ്യത്തെ അക്ഷരം ഒപ്പിച്ച ഒരു കൈഡ് കൊടുക്കണേ. ആദ്യത്തെ അക്ഷരം ഒപ്പിച്ച കണ്ണാപ്പി അരമണിക്കൂറിൽ സ. അതിനാണ് പാമ്പിനെ കാണിക്കുന്നത്. കമ്പാരിനായിട്ട് നിനക്ക് ആരെ വേണം ഇതിനകത്ത്? അവനറിയാം. ബോബു എന്തിയടാ? ബുദ്ധിയോ ഫോണോട് വെച്ചോ. പറഞ്ഞുതരാം. സപ്തമശ്രീ തസ്കര. എടാ നീ എവിടെന്ന് കണ്ടുപിടിച്ചോണ്ട് വന്നത്? കുടുംബത്തെ 4 ആള് കൂടി ഈ പരിപാടിയാ. പിന്നെ ഇതൊക്കെ പറയാതിരിക്കും. വായം കൊണ്ട് കാണിക്കല്ലേ? മൈക്ക് പോയോ? ഗൈസ് മൈക്ക് പോയോ? ഓക്കെ ആണോ? ഓക്കെ. കണ്ണാപ്പി തോറ്റ് പിന്മാറുന്നോ?
പറ്റില്ല അത് നമ്മൾ അതിന്റെ ബ്ലഡ് ലൈൻ ഇല്ല. നിന്റെ ബ്ലഡ് ലൈനിലുള്ള എന്തായിരുന്നു? അതവന്റെ ബ്ലഡ് ലൈനിൽ ഇല്ല തോറ്റു പിന്മാറണത്. എന്താ തോറ്റു പിന്മാറിയോ? എന്താ നിങ്ങൾ തോറ്റോ? രണ്ടുപേരും തോറ്റോ? നീ തോറ്റോ? തോറ്റെങ്കിൽ തോറ്റു എന്ന് പറയണം. മൈക്കിൽ കൂടെ സമ്മതിക്കണം കണ്ണാപ്പി, മൈക്കിൽ കൂടെ സമ്മതിക്കണം. നമ്മളിത് പറയും. അടിക്കാൻ പോകണം രണ്ടുപേരും. അതെ, ഇതെന്തായാലും കണ്ണാപ്പി 2.5 മണിക്കൂർ വേണം. നോക്കായി അവിടെ നിന്ന് പ്രോപ്പ് ഒക്കെ എടുക്കുന്നു. പ്രോപ്പ് ഉണ്ടോ? പ്രോപ്പ് ഉപയോഗിക്കാൻ പാടുമോ? അങ്ങനെയെങ്കിലും നീ ജയിക്ക്. അവർ രണ്ടുപേരുടെ ഭയങ്കര ഡിസ്കഷനിലാണ് ഗൈസ്. എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങളിലേക്കുള്ള ഡിസ്കഷനിലാണ് രണ്ടുപേരും. അവർ രണ്ടും അടിയാവും കേട്ടോ, എനിക്ക് തോന്നുന്നുണ്ട്. ഗൈസ്, ഈ ചാറ്റ് വന്ന ഒരു ഉമ്പിത്തരം പറയണമാർക്ക് നിങ്ങൾ ഇങ്ങനെ റിപ്ലൈ കൊടുക്കാൻ നിന്ന് വെറുതെ അമ്മമാർക്ക് എക്സ്പോഷർ കൊടുക്കല്ലേ, ഇറങ്ങി പോകാൻ പറ. നമ്മൾ നല്ലൊരു പരിപാടി നല്ലൊരു ദിവസമായിട്ട് നടത്തുമല്ലേ, വിട്ട് ഇഗ്നോർ ചെയ്യുക. അതിന് റിപ്ലൈ കൊടുക്കുമ്പോഴാണ് അറ്റൻഷൻ കിട്ടണം. വിട്. പിന്നെ ചാറ്റിന് അറിഞ്ഞൂടെ? അല്ല, അറിയാണ്ട് ബാബു ഒരു പേര് കൊടുത്താണ് നീ ചെയ്ത തെറ്റ്. സമയം കഴിഞ്ഞാ ഇനി കൗണ്ടർ വെക്കും. ഇതെന്താ? ശവം പോലെ ഇരിക്കുന്നതും കണ്ണാപ്പി. പിന്നെ ശവം ചരിഞ്ഞു വീണു, അതും കണ്ണാപ്പി. ഡെഡ് ബോഡി ശ്വാസം എടുക്കുന്നു കണ്ണാപ്പി. ശരീരം ബെഗിടാടാ നീ. കണ്ണാപ്പി ഇറ്റ്സ് ഓക്കെ. തോറ്റു എന്ന് പറ. പറ്റത്തില്ല കണ്ണാപ്പി. അല്ല, നിനക്ക് തോറ്റു എന്ന് പറ. എന്റെ ബ്ലഡ് ലൈനിൽ ഞാൻ തോറ്റു പിന്മാറാറില്ല. ഇവനെ അങ്ങ് പുറത്തിറക്കാം, നമുക്ക് പുറത്തിറക്കി എടുത്താ. ഇനി മൂന്നാം ആളെ ഇങ്ങോട്ടും വേണോ? വെയിറ്റ് എഴുതി കാണിക്കണം. ശവം എഴുതുന്നോ? എഴുതുക. അത് ആരും പറഞ്ഞില്ല. ആരും പറഞ്ഞിട്ടില്ല. ഇല്ല, ആഷിർ എന്നാ പറഞ്ഞത്. ആരും പറഞ്ഞില്ല. ആരാ പറഞ്ഞേ? ഇല്ല പറഞ്ഞില്ല. ഹരികൃഷ്ണൻസ് എന്നാ പറഞ്ഞേ. പറഞ്ഞില്ല. അത് പറഞ്ഞിട്ടില്ല. സമയം എടുത്തെങ്കിലും തോൽവി. അല്ലല്ല, അത് മൂന്നുപേർക്ക് അറിയാം. എനിക്ക്, ബോബിന്, ബാലിനും അറിയാം. ബാലൻ അറിയാതെ വായിന്ന് വീണ്. ബാലിന്റെ എന്റെ ബ്ലഡ് ലൈന് തോറ്റു പിന്മാറുന്നില്ലെന്ന് ഓപ്ഷൻ ഞാൻ പറഞ്ഞില്ലേ? നിന്റെ അച്ഛന്റെ പിള്ളേരുണ്ടായിരുന്നു. എന്നാലും ഈഗോ ഗൈസ്. അപ്പൊ നമുക്ക് ഇത് അവസാനിപ്പിക്കാം. അപ്പൊ നമുക്ക് ഉരടിയിലോട്ട് പോവാം.